ഇപ്പോൾ ശ്രീ എം ജെ ശ്രീചിത്രൻ സാമൂഹ്യ നിരീക്ഷകൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീചിത്രൻ, താങ്കൾ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ ഈ ദളിത് വിഭാഗത്തിൽ നിന്ന് വരുന്ന സംവിധായകരും സ്ത്രീകളും ഒന്നും അല്ല പാഠം പഠിക്കേണ്ടത്, മറിച്ച് ഭരണഘടനയുടെ പാഠം ഇവരൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അടൂരിനെതിരെ എഴുതിയിരുന്നു. ഇന്നിപ്പോൾ ശ്രീകുമാരൻ തമ്പി കൂടി അടൂർ ഗോപാലകൃഷ്ണൻ്റെ അത്തരം പിന്തിരിപ്പൻ ഭാവങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ആവർത്തിക്കുകയാണ്. എങ്ങനെയാണ് കാണേണ്ടത് ഇതിനെ, ശ്രീ എം ജെ ശ്രീചിത്രൻ? എനിക്ക് പറയാനുള്ളത്, ഈ ഒന്നാമത് പുതിയ സമൂഹത്തിന്റെ സാംസ്കാരികമായ സാമൂഹികമായ പുതിയ പ്രതികരണങ്ങളോടൊന്നും ഒട്ടും തന്നെ ഒരു സംവേദനശേഷി ഇല്ലാത്ത നിലയിലേക്ക് കേരളത്തിലെ ആളുകൾ ബഹുമാനിക്കുന്ന ഇത്തരം ആളുകൾ മാറിപ്പോകുന്നത് വളരെ സങ്കടകരമാണ്. ഈ അടൂർ ഗോപാലകൃഷ്ണനെ എന്തെങ്കിലും തിരുത്താമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പൊ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ശ്രീകുമാരൻ തമ്പി പോലുള്ള പ്രതിഭകളെയും തിരുത്താനാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇവരൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സംവേദനശേഷിയോട് ആഴത്തിൽ പ്രതികരിച്ചുകൊണ്ട് വളർന്നു വന്ന ഒരു യുവത്വമുള്ള ആളുകളാണ്. അവരുടെയൊക്കെ കാലഘട്ടത്തിലെ കേരളത്തിലെ അന്തരീക്ഷത്തോട് വളരെ സംവേദനാത്മകമായ ഒരു ശീലം പുലർത്തിയിരുന്നവരാണ്. അവരുടെ സംവാദനക്ഷമത പൂർണ്ണമായി അസ്തമിച്ചു കഴിഞ്ഞാലും ഇത്തരം മനുഷ്യരെ വലിയ തോതിൽ കാനോനീകരിക്കുന്ന, അവരെ വാഴ്ത്തിപ്പാടുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. അതിനെ വെച്ചുകൊണ്ട്, ഇത്രയും കാലം അവർ പ്രവർത്തിച്ച ഒരു സാംസ്കാരിക മൂലധനത്തെ വെച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ സാമൂഹ്യ മൂലധനത്തെ നിഷേധിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത് വളരെ അസംബന്ധജടിലമായ ഒരു പ്രസ്താവനയാണ്. ചാലയിലെ തൊഴിലാളികൾ വരുന്നു എന്ന് പറയുന്നതിനെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. തൊഴിലാളികളാണ് സിനിമ കണ്ട് സിനിമ ഉണ്ടാക്കിയത്. കേരളത്തിലെ സിനിമയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ആ സിനിമാ ചരിത്രത്തിൽ ഉടനീളം തൊഴിലാളികൾ വന്ന് കണ്ടാണ് കേരളത്തിലെ ടാക്കീസുകൾ വളർന്നത്. ഏറ്റവും ജനകീയമായ കലയെ അങ്ങനെ വളർന്ന അവരുടെ വിയർപ്പിന്റെ ഗന്ധമൊക്കെ ആണ് യഥാർത്ഥത്തിൽ സിനിമാ കൊട്ടകയുടെ ഗന്ധം എന്ന് പറയുന്നത്. അങ്ങനെ വളർന്ന കലയാണ് സിനിമ, ജനകീയ കലയാണ് സിനിമ. ആ സിനിമ കാണാനായി തൊഴിലാളികൾ വരുന്നത്, ഇന്നലത്തെ അടൂരിന്റെ പ്രസ്താവനയിൽ നിങ്ങൾ കേട്ടു കാണുമല്ലോ, അവരുടെ ശ്വാസോച്ഛ്വാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. മാത്രമല്ല, അവരുടെ മൊറാലിറ്റിയെ ചോദ്യം ചെയ്യുക, അവരുടെ സദാചാരത്തെ ചോദ്യം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അവര് വരുന്നത് വേറെന്തോ കാണാനാണ്. അവര് വരുന്നത് മുഴുവൻ എന്തൊക്കെയോ പോർണോ സീൻ കാണാൻ വേണ്ടിയാണ് എന്ന രീതിയിൽ പ്രതികരിക്കുന്നത് എന്തർത്ഥമാണ് അതിനുള്ളത്? മാത്രമല്ല, ഇവിടെയുള്ള ഈ മധ്യവർഗ ഉപരിവർഗ സദാചാര ബോധമാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളൊക്കെ വലിയ മാന്യന്മാരാണ്, കേരളത്തിലെ തൊഴിലാളികൾ സാധാരണ മനുഷ്യർ ഇത്തരം കാര്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന മനുഷ്യരാണെന്ന് പറയാൻ ഇവർക്ക് ആരാണ് ഇതിനൊക്കെയുള്ള അധികാരം കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, വലിയ തോതിലുള്ള ഒരു കാപട്യമാണിത്. കേരളത്തിലെ തൊഴിലാളി സമൂഹം എന്ന് പറയുന്നത് ഇതൊക്കെ കാണുന്ന ആളുകളാണെന്നും ഇവർ കുറച്ചു പേർ എന്തോ മേലാളന്മാർ, ആഢ്യന്മാരായ ആളുകൾ എന്തോ വലിയ കല കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുമൊക്കെ കരുതുന്നത് അസംബന്ധമെന്ന് മാത്രമല്ല സാമൂഹ്യ വിരുദ്ധമായ പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ. അത്തരത്തിൽ ഇവരാരെങ്കിലും ചേർന്നുണ്ടാക്കിയതൊന്നുമല്ല നമ്മുടെ നാടിന്റെ ഭാഷ, നമ്മുടെ നാടിന്റെ സംസ്കാരം, നമ്മുടെ നാടിന്റെ സിനിമ, കല ഒന്നും. അത് ഈ തൊഴിലാളികൾക്ക് അവകാശപ്പെട്ടതാണ്. അവർക്ക് ഇനി ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, നാളെ എന്ത് മനസ്സോടുകൂടി ഒരു തൊഴിലാളി അവിടെ വന്നിരിക്കും? ഈ പറയുന്ന ഫിലിം ഫെസ്റ്റിവലിനകത്തേക്കും ഒക്കെ തള്ളി കയറുന്നു എന്ന് പറയുന്നതിനകത്തേക്ക് ഒരു തൊഴിലാളി വന്നിരിക്കുമ്പോൾ അവൻ എന്തൊക്കെ സൂക്ഷിക്കണം? അവന്റെ വേർപ്പ് നോക്കണം, അവന്റെ വസ്ത്രം നോക്കണം, ഈ ബുദ്ധിജീവികൾ പറയുന്ന അനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ഡ്രസ് കോഡിലോ ഒരു സാമൂഹ്യ സംസ്കാര നിലപാടിലോ അവരെല്ലാവരും പരുവപ്പെട്ട് വരണം. അതൊന്നും കേരളത്തിന്റെ സംസ്കാരമല്ല. ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ കലയാണ് സിനിമ. അങ്ങനെ തന്നെ നിലനിൽക്കുകയും വേണം. അങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. അല്ലാതെ ഇവരോടൊപ്പം ഈ കേരളത്തിന്റെ സംവേദനശേഷി സഞ്ചരിക്കുമെന്ന് ഞാൻ കരുതുന്നതേ ഇല്ല. തീർച്ചയായും വളരെ നന്ദി. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ച ശ്രീ എം ജെ ശ്രീചിത്രൻ.